കാർത്തികപ്പള്ളി സ്കൂളിലെ സംഘർഷത്തിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങി. ഉച്ചഭക്ഷണം വെച്ച പാത്രത്തിൽ സംഘർഷത്തിനിടെ മണ്ണ് വാരിയിട്ടു. കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചിരുന്ന പാത്രങ്ങൾ സംഘർഷത്തിനിടെ വലിച്ചെറിയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ CPM പഞ്ചായത്ത് അംഗം നിബു കസേര വലിച്ചെറിഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാത്രങ്ങളും കല്ലും തിരികെ എറിഞ്ഞത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, ഇതെന്തൊരു സമരമാണ് എന്ന് ചോദിക്കേണ്ടി വരും. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കഴിക്കാനുള്ള, സ്കൂൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് എന്ത് സമരമാണ് അവിടെ LDFും UDFും അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുന്നത്? അതിരുവിട്ട സമരമെന്ന് തന്നെ പറയേണ്ടി വരും വിജയകുമാർ. കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, സമരത്തിൻ്റെ കാരണം പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ അവിടെ പഠിച്ചത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുഞ്ഞു കുട്ടികളാണ്. അവർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. അവർക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനായി കൊണ്ടുവച്ചിരുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ പാത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവർ എടുത്തെറിയുന്നത്. അത് കൊണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. മാതൃഭൂമിയുടെ ക്യാമറമാൻ ബോണി ജോസഫ് അടക്കമുള്ളവരുടെ തല പൊട്ടി ചോര ഒഴുകുന്നു. പോലീസുകാരനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേൽക്കുന്നു. ആ മൂടിപ്പോയ പത്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തകർ ചെടിച്ചട്ടി എറിയുന്നതിനിടെ അതിലെ മണ്ണ് യൂത്തിലേക്ക് വീഴുന്നത്. പിന്നീട് യാതൊരു നടപടിക്കും അവർ പോകുന്നില്ല. മറ്റു ഭക്ഷണങ്ങൾ അവർ തട്ടിത്തെറിപ്പിക്കുകയാണ്. പ്രഭാത ഭക്ഷണം പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ചോറിലും കറികളിലുമാണ് ഇത്തരത്തിൽ മണ്ണ് വാരിയിട്ടുള്ള പ്രതിഷേധം ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ എന്നുള്ളത് അറിയണമെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പൂർണ്ണമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടതിനെ തുടർന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. രക്ഷിതാക്കളെത്തി ഭയം കൊണ്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. രക്ഷിതാക്കളുടെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഉച്ചഭക്ഷണം കഴിക്കാനാവാതെ മടങ്ങിയ ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകർ കേൾക്കേണ്ടതാണ്. അവർ എത്രത്തോളം വീട്ടുകാർ ഭയചകിതരായിട്ടുണ്ട്, എത്രത്തോളം കുട്ടികൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഇതിൽ ഒരു കാര്യമുള്ളത്, രാവിലെ അവിടെ പുതിയ ബിൽഡിങ്ങിൽ ക്ലാസ്സുകൾ തുടങ്ങി. ആ സമയത്ത് കുറച്ച് പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് ക്ലാസ്സുകൾ പുരോഗമിക്കുന്നതിനിടെ വീണ്ടും അതിന് മുന്നിലേക്ക് എത്തുന്നു. ഒരു വിഭാഗം ഈ സ്കൂളിനകത്ത്, മതിലിനകത്ത് നിൽക്കുന്നു, ചിലർ പുറത്ത് നിൽക്കുന്നു. ഈ ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഈ പൊതുപ്രവർത്തകർ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഈ കോമ്പൗണ്ടിനകത്ത് എന്താണ് കാര്യം? അവർക്ക് സ്കൂളിന് പുറത്താണല്ലോ പിന്നെ അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടേണ്ടത്. അതിനകത്ത് പതിവ് പോലെ ക്ലാസ്സുകൾ തുടങ്ങിയാൽ പിന്നെ അവിടെ LDF, UDF, BJP അവർക്ക് എന്താണ് കാര്യം? ഈ പഞ്ചായത്ത് മെമ്പർ അവിടെ രാവിലെ മുതലുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അതിനകത്തേക്ക് തള്ളിക്കയറി. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തി, അവരും അതിനകത്തേക്ക് കയറി. അപ്പോൾ ഇത് പോലീസും അവിടെ ആ മട്ടിൽ ഇടപെട്ടില്ലേ? ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോലീസുകാർ പിടിച്ചു മാറ്റുന്ന റോള് മാത്രമായിരുന്നു തോന്നുന്നു, അല്ലേ? പോലീസിന് ആ റോളും പൂർണ്ണമായും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിജയകുമാർ നിർഭാഗ്യകരമായ സംഭവം. എന്തായാലും ഈ പ്രശ്നത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ വിമർശിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. കാരണം ആദ്യമെത്തിയ BJP പ്രവർത്തകരുടെ നേതാവ് സന്ദീപ് ബജസ്പതി തന്നെയാണ് ഈ സ്കൂളിലേക്ക് ആദ്യം ഇടിച്ചു കയറുന്നത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് എത്തുന്നു. MP പ്രവീൺ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. ഒപ്പം DCC അധ്യക്ഷനടക്കം ഈ സ്കൂളിലേക്ക് ഇരച്ചു കയറിയ നേതൃത്വം കൊടുത്ത ആളുകളിൽ പ്രധാനപ്പെട്ടവരാണ്. അവർ അകത്തേക്ക് കയറുന്നു. അവർ കയറിയപ്പോൾ പഞ്ചായത്ത് അംഗം നിബുവിൻ്റെ നേതൃത്വത്തിൽ അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ആ സ്കൂളിനുള്ളിലുണ്ടായിരുന്ന കസേരയെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എറിയുന്നു. അവർ തിരിച്ച് കഞ്ഞി കൊണ്ടുവന്ന പാത്രവും പ്രഭാത ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും എടുത്ത് തിരികെ എറിയുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിഷ്കളങ്ക ബാല്യങ്ങൾ ക്ലാസ് മുറികൾക്കുള്ളിൽ പേടിച്ചിരിക്കുന്നു. അവർ എന്താണ് പുറത്ത് നടക്കുന്നതെന്നറിയാതെ ചിരിച്ചും കളിച്ചും മറ്റൊരു വിഭാഗം കുട്ടികൾ അകത്ത് കഴിയുന്നു. എന്തായാലും ഇതൊക്കെ കണ്ട് പേടിച്ചിരണ്ട രക്ഷകർത്താക്കൾ എത്തിയ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇന്നിവിടെ ഉണ്ടായ സംഭവവികാസങ്ങളെ ഒരു പൊതുവിദ്യാലയത്തിൽ കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിലുണ്ടായ നിർഭാഗ്യകരമായ സംഭവങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതിൽ തുടർ നടപടികൾ എന്താണ് എന്നുള്ളത്
രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പ്രാദേശിക ഘടകങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പൈപ്പ് പൊട്ടിച്ച് കുട്ടികൾക്ക് കുടിവെള്ളമില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാൻ വെള്ളമില്ല. അതൊക്കെ ഇപ്പോൾ അധ്യാപകർ കിണറ്റിൽ നിന്ന് കോരിയാണ് എത്തിക്കുന്നത്. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളെല്ലാം നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി എന്തായാലും ഇവിടെ നടന്ന സംഭവങ്ങളിൽ എന്താണ് തുടർ നടപടി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആര് നടപടി സ്വീകരിക്കും? ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന പ്രാദേശിക നേതാക്കൾ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നുള്ളതും ശ്രദ്ധേയം. ഇനി സംസ്ഥാന നേതൃത്വങ്ങൾ, ജില്ലാ നേതൃത്വങ്ങളടക്കം ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. നാളെ മുതൽ അധ്യയനം ആരംഭിക്കേണ്ട സാഹചര്യമുണ്ട്. ക്ലാസുകൾ എങ്ങനെ ശരി അശ്വിൻ, ഏതായാലും അതിൽ ഈ പറയുന്ന വിരോധാഭാസം, അതായത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സമരമെന്ന് പറയുക, അവർക്ക് രാവിലെ കഴിക്കാനുള്ള പ്രഭാത ഭക്ഷണത്തിൽ അത് തട്ടിത്തെറിപ്പിക്കുക, അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുക, അവർക്ക് കുടിക്കാനുള്ള അല്ലെങ്കിൽ കൈ കഴുകാനുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അവരെടുക്കുന്ന വെള്ളം, പൈപ്പ് അത് പൊട്ടിച്ച് വെള്ളം ഒഴുകിക്കളയുക. എന്നിട്ട് പറയുന്നു കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ സമരം നടത്തുകയാണ്, പൊതുവിദ്യാലയം സംരക്ഷിക്കാൻ സമരം നടത്തുകയാണ് എന്ന് ഈ വീരവാദം മുഴക്കുകയും ചെയ്യുകയാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. ഏതായാലും അശ്വിൻ പറഞ്ഞതുപോലെ ഇതിലെ CCTV ഫുട്ടേജൊക്കെ പരിശോധിച്ച് ആരാണ് ഈ ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് അടിയന്തരമായി അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ വിവരം വൈകാതെ വരും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും ആ ദൃശ്യങ്ങൾ വരട്ടെ. കുട്ടികളോട് ഇത്ര സ്നേഹമുള്ള ഈ പ്രതിഷേധക്കാരാരാണ് എന്ന് നമുക്കപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റു മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ ഓർമ്മയിൽ അധ്യാപകർ. സ്കൂളിലെ അനുസ്മരണ യോഗം വൈകാരികമായിരുന്നു. മകൻ നഷ്ടപ്പെട്ട വേദനയിലാണെന്ന് മാനേജ്മെന്റും അധ്യാപകരും പറഞ്ഞു. മിഥുന്റെ രക്ഷിതാക്കളിൽ ഒരാൾക്ക് ജോലി നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിൽ നാളെ മുതൽ അധ്യയനം ആരംഭിക്കും. വൈദ്യുത ജോലികൾ പൂർത്തീകരിച്ച ശേഷമാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നാളെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് നൽകും. ഇതിനിടയിൽ സ്കൂളിൽ നടന്ന അനുസ്മരണ യോഗം വൈകാരികമായി. ഇത്തരമൊരു അപകടം വന്നതുകൊണ്ട് തുടർന്ന് നമ്മൾ അല്പം കൂടി ശ്രദ്ധിക്കണം. ഈ സ്കൂളും PTA-യും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾക്ക് വേണ്ടി അവർക്കോടൊപ്പം നിൽക്കുന്നു. അവരെ കൂടുതൽ ബലപ്പെടുത്തട്ടെ സർവശക്തനായ ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അധ്യാപകർ പൊട്ടിക്കരഞ്ഞു. തെറ്റ് സംഭവിച്ചെന്ന ബോധ്യത്തിലാണെന്ന് സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ള. മകൻ നഷ്ടപ്പെട്ട വേദനയെന്നും മാനേജ്മെന്റ്. നമ്മുടെ മകനെ പോലെ എന്നെ ഏറ്റവും ഫീൽ ചെയ്തത് അത് ആ ശവശരീരത്തോടൊപ്പം അങ്ങനെ യാത്ര ചെയ്തതാണ്. അത് എൻ്റെ ആ ആഘാതം എന്നിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. എന്തായാലും കരുതാത്തത് സംഭവിച്ചു പോയി. നമുക്കെല്ലാം ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാം. അതേസമയം മിഥുന്റെ രക്ഷിതാക്കളിൽ ഒരാൾക്ക് ജോലി നൽകാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടാൽ ഇതൊന്നും ഒരു സഹായമല്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒന്നുകൂടെ ആലോചിക്കേണ്ടത് ആ സ്കൂളിൽ ആ കുട്ടിയുടെ മകൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കോ ഒരാൾക്കോ ഒരു ജോലിയും കൂടെ കൊടുത്താൽ അവർക്ക് ഒരു വരുമാനമായി മാറും. മിഥുന്റെ മരണത്തിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. 24 കൊല്ലം. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സുരക്ഷാ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്ന 24 വാർത്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചു. ഈ മാസം 25 മുതൽ 31 വരെയാണ് സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുക. കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണവും ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടം തകർന്നതിനും പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം സംബന്ധിച്ച അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത്. ഈ മാസം 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ ഓഫീസർമാർ മുഴുവൻ സ്കൂളുകളിലും പരിശോധന നടത്തും. ഒരു ജില്ലയിൽ 7 സംഘങ്ങളാണ് പരിശോധന നടത്തുക. പരിശോധന നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് സംഘത്തെയും നിയോഗിക്കും. അടുത്ത മാസം 12-ന് ചേരുന്ന സുരക്ഷാ സമിതി യോഗത്തിൽ പരിശോധനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജൂലൈ മാസം 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തണം. ആഗസ്റ്റ് മാസം 12-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തെ ശിക്ഷാസ്ഥാനങ്ങളിൽ വീണ്ടും ഈ യോഗം ചേർന്ന ശേഷം അവരവിടെ പ്രസന്റ് ചെയ്യണം. സ്കൂളുകളിലെയും സ്കൂൾ പരിസരത്തെയും തെരുവുനായ ശല്യം പ്രധാന പ്രശ്നമായി വിദ്യാലയങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്കൂളുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ നീക്കം ചെയ്യാൻ വലിയ തുകയാകുന്നുവെന്ന പരാതിയും സ്കൂളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആർ അരുൺരാജ്, 24 കൊല്ലം. 24 വാർത്താ പരമ്പര തുടരുന്നു. തലയ്ക്കുമീതെ മരണക്കെണി.
വയനാട് പനമരം നീർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭീഷണിയായി ട്രാൻസ്ഫോർമർ. സ്കൂൾ ഗേറ്റിന് മുന്നിലാണ് ട്രാൻസ്ഫോർമർ. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രധാന അധ്യാപികയും PTA-യും ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടും നടപടി ഇതുവരെ ഉണ്ടായില്ല. നീർവാരം ഗവൺമെന്റ് സ്കൂളിന്റെ ഗേറ്റിന് മുന്നിലാണ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിന്റെ സ്റ്റേ വയർ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിലേക്ക്. 11 kV ഹൈടെൻഷൻ ലൈൻ കടന്നുപോകുന്നത് സ്കൂളിന് മുന്നിലൂടെയാണ്. കുട്ടികൾക്ക് അപകട ഭീഷണിയെന്ന് കാണിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ PTA-യും പ്രധാന അധ്യാപികയും പരാതി നൽകിയിരുന്നു. കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും KSEB-ക്കുമാണ് പരാതി നൽകിയത്. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കാൻ നടപടി ഉണ്ടായില്ലെന്ന് PTA ഭാരവാഹികൾ. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളിൻ്റെ PTA കമ്മിറ്റിയും അതേപോലെ അധ്യാപകരും ചേർന്ന് ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ കളക്ടർക്കും വയനാട് ജില്ലാ പഞ്ചായത്തിനും KSEB-ക്കും ഇതിനോടകം കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു. നാളിതുവരെയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് നമ്മളുടെ സ്കൂളിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ചതാണ്. പക്ഷേ അതിനുശേഷം പലതവണ ആവശ്യപ്പെട്ടതാണ് നമുക്കിത് സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. ചിലപ്പം ഒരു കുട്ടിക്കൊരു കൗതുകം തോന്നിയൊന്ന് ഒരു പച്ചക്കമ്പെടുത്തുന്നത് എന്താണെന്ന് അറിയണമെന്ന് തൊട്ടു നോക്കിയാൽ കൂടി അപകടത്തിലേക്ക് പോകാം. ട്രാൻസ്ഫോമറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സ്പാർക്കിംഗ് ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ട്രാൻസ്ഫോർമർ സുരക്ഷിതമെന്ന KSEB-യുടെ റിപ്പോർട്ടാണ് മാറ്റി സ്ഥാപിക്കൽ വൈകിക്കാൻ കാരണമെന്നും ആരോപണമുണ്ട്. തേവലക്കരയിലുണ്ടായ അനുഭവത്തിന്റെ ആശങ്ക ഈ നാടിനുണ്ട്. അതിനാൽ തന്നെ വേഗത്തിൽ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കോഴിക്കോട് കുറ്റ്യാടി പാതയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ ഇന്നും വലിയ പ്രതിഷേധം. SFI-യും യൂത്ത് ലീഗും പേരാമ്പ്ര RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ബസ്സുകൾ ഓടാതായതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിലായി. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ബസ്സുകളുടെ അമിതവേഗത്തിൽ നടപടി സ്വീകരിച്ച ശേഷം സർവീസ് മതിയെന്നാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. ബസ് തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന ചില കണ്ടക്ടർമാർ, ചില ഡ്രൈവർമാർ ക്രിമിനലുകളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് സ്വൈരവിഹാരം നടത്താൻ ഈ ബസ് മുതലാളിമാരുടെ കയ്യിൽ നിന്നും മാസപ്പട വാങ്ങി ഇവിടുത്തെ RTO-യും പോലീസും തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ തടയും. വഴിതടയൽ കഴിഞ്ഞ് മിനി സിവിൽ സ്റ്റേഷനിലെത്തിയ പ്രവർത്തകർ RTO ഓഫീസിൽ വാഴ സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് RTO ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ SFI പ്രകടനവും യൂത്ത് ലീഗ് പ്രകടനവും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ ഒന്നിച്ചെത്തിയതോടെ നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. BJP-യും വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തി. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ ഒമേഗ ബസ് ഡ്രൈവർ ആദം ഷാഫിയെ ഇന്നലെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് 6 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിന് അറുതിയാകാതെ ശാശ്വത പരിഹാരമുണ്ടാക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. പേരാമ്പ്രയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേശ്, 24. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അരുൺ പാറാട്ട് വിവരങ്ങൾ നൽകും ദുബായിൽ നിന്ന്. അരുൺ, എന്താണ് ഇക്കാര്യത്തിൽ കമ്പനി നൽകുന്ന വിശദീകരണം? ഈ ആരോപണങ്ങൾ, ഈ പരാതികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കുമല്ലോ സതീഷിനെതിരെ കമ്പനി ഈ നടപടി എടുത്തതല്ലേ? തീർച്ചയായും വിജയകുമാർ, അതുതന്നെയാണ് കമ്പനിയിൽ പറയുന്നത്. അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതി ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിതീഷിന്റെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് ഈ ഒരു നടപടിയിലേക്ക് കമ്പനി ഇപ്പോൾ പോയിരിക്കുന്നതെന്ന് തന്നെയാണ് കമ്പനി ഇന്ന് പറയുന്നത്. ഇന്ന് രാവിലെയാണ് കമ്പനി രേഖാമൂലം ഈ ഒരു കത്ത് ഇപ്പോൾ സതീഷിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അതുല്യയുടെ അനിയത്തിയെയും ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അതുല്യയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ പരാതിപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആരോപിച്ചിരുന്നു. അതായത് ഈ
സ്ഥിരമായി മദ്യപിക്കുകയാണ്, ജോലിയിലടക്കം പോകാറില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇത് കമ്പനി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം കുറേ ദിവസങ്ങളോളം ലീവ് എടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നതടക്കം കമ്പനി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കമ്പനി ഇദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യൻ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഈ കോൺസുലേറ്റ് ഭർത്താവ് സതീഷിനെ കോൺസുലേറ്റിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു കോൺസുലേറ്റ് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ ഭാര്യയെ, ഈ അതുല്യെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുല്യ ഈ ഭർത്താവ് സതീഷിന്റെ വിസയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതടക്കമുള്ള നടപടികൾക്ക് ഇദ്ദേഹത്തിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. അത് എടുക്കുക. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സതീഷിന്റെ ഭാഗവും ഈ വിഷയത്തിൽ കോൺസുലേറ്റ് കേൾക്കേണ്ടതുണ്ട്. ഇതിനായി കോൺസുലേറ്റിലേക്ക് ഇപ്പോൾ സതീഷിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതുല്യയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണത്തിന് എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, അതുണ്ടെങ്കിൽ തുടർ നടപടിയിലേക്ക് ഏത് രീതിയിൽ പോകുമെന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ അതുല്യയുടെ കുടുംബാംഗങ്ങൾ ഇന്നിപ്പോൾ ഷാർജ പോലീസിനെയും കാണുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയാണ് ഇതിനായി അതുല്യയുടെ കുടുംബത്തിന് എല്ലാ സഹായം നൽകി വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ അതുല്യയുടെ കുടുംബം എത്തിയിരുന്നു. ഇപ്പോൾ ഉടൻ തന്നെ ഷാർജ പോലീസിൽ പരാതി നൽകുമെന്നും കോൺസുലേറ്റിലേക്ക് പോകുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ഈ സതീഷ്. അയാളെ പിരിച്ചുവിട്ടു എന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റ് സതീഷിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വിശദീകരണം തേടാനും ഒക്കെയാണ്, തുടർ നടപടികൾക്കൊക്കെയാണ് കോൺസുലേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് റീപോസ്റ്റ്മോർട്ടം ചെയ്യും. ഭർത്താവ് സതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. സതീഷ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ ആവർത്തിച്ചു. അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളും ഇക്കാര്യം അതുല്യ തുറന്നു പറയുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ന്യായീകരണവുമായി സതീഷ് രംഗത്തെത്തിയത്. സതീഷ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള. സതീഷ് പറയുന്നതിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. കാരണം അവനിങ്ങനെ മാറ്റി എപ്പോഴും പറയുന്നില്ലേ ഓരോ കാര്യങ്ങളും. കുറ്റം ചെയ്തില്ലെന്ന് പറയും, മർദ്ദിച്ചില്ലെന്ന് പറയും. എന്ത് തന്നെ ആയാലും അവിടെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അവിടുത്തെ അന്വേഷണങ്ങൾ പരിപൂർണ്ണമാകുമ്പോൾ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യുമല്ലോ. ഒരുപാട് താങ്ങാൻ പറ്റാത്ത ഉപദ്രവം കിട്ടുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊന്ന് പ്രതികരിക്കുന്നത് ആരായാലും ജീവനുള്ള ഏതൊരു വസ്തു അങ്ങനെ പ്രതികരിക്കത്തില്ല. റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സതീഷിനെ നാട്ടിലെത്തിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പിതാവ്. അന്വേഷണത്തിന് നമ്മുടെ കേരള പോലീസിനോട് എനിക്ക് പരിപൂർണ്ണ വിശ്വാസം. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവരത് ചെയ്യും, നന്നായിട്ട് ചെയ്യും. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഷാർജയിലെ നിയമ നടപടികളുമായി സഹോദരി അഖിലയും ഭർത്താവും മുന്നോട്ടു പോവുകയാണ്. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് പിടിച്ചെടുത്തു. കേസ് അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. സതീഷിനെ നാട്ടിലെത്തിക്കാനും ശ്രമം തുടങ്ങി. 24 കൊല്ലം. ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി ബന്ധുക്കൾ കോടതിയെ സമീപിക്കും. ഈ മാസം 9-നാണ് വിഭഞ്ചിക 1.5 വയസ്സുള്ള മകൾ വൈഭവി എന്നിവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തി ഒരേ കയറിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ദുബായ് ജബലലിയിൽ സംസ്കരിച്ചിരുന്നു. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിൽ എല്ലാ പ്രതികളെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടു. വിചാരണ കോടതി വധശിക്ഷ ഉൾപ്പെടെ വിധിച്ച പ്രതികളാണ് കുറ്റവിമുക്തരായത്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 189 പേരുടെ ജീവനെടുക്കുകയും 800-ലേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സ്ഫോടന പരമ്പര കേസിലാണ് പ്രതികളെ എല്ലാം ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടത്. വിചാരണ കോടതി 5 പ്രതികളെ വധശിക്ഷയ്ക്കും 7 പേരെ ജീവപര്യന്തം തടവിനുമാണ് ശിക്ഷിച്ചിരുന്നത്. ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരുടെ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ പ്രതികളുടെ അപ്പീൽ പരിഗണിച്ചത്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 100 കണക്കിന് പേരാണ് കേസിലെ സാക്ഷികൾ. എന്നാൽ സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ല. പലരും വർഷങ്ങളേറെ കഴിഞ്ഞ് പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നത് സംശയകരമാണ്. തെളിവായി പിടികൂടിയ സ്ഫോടക വസ്തുക്കളും കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 2006 ജൂലൈ 11 വൈകിട്ട് 6:30-യോടെയാണ് സബർബൻ ട്രെയിനുകളിൽ സ്ഫോടന പരമ്പര നടന്നത്. വെസ്റ്റേൺ ലൈനിൽ മാട്ടുങ്കയ്ക്കും മീരാ ഭയന്തറിനുമിടയിൽ സഞ്ചരിക്കുകയായിരുന്ന ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിൽ 7 തവണ സ്ഫോടനമുണ്ടായി. 2015-ലാണ് വിചാരണ കോടതി പ്രതികളെ ശിക്ഷിച്ചത്. ഒരു പ്രതിയെ വിചാരണ കോടതി തന്നെ വെറുതെ വിട്ടിരുന്നു. 24 മുംബൈ.
പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സമ്മേളനത്തിന്റെ ആദ്യ ദിനം ലോക്സഭ 2 തവണ തടസ്സപ്പെട്ടു. Question number 1. Question number 1. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ചർച്ചയാകാം എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പാകിസ്ഥാന്റെ ഭീകരശക്തിയെ ഇന്ത്യ തകർത്തെന്ന് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. पूरी दुनिया ने भारत की सैन्य शक्ति का, भारत के सैन्य के सामर्थ्य का रूप देखा है. ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया. आतंकियों के आकाओं के घर में जाकर के 22 मिनट के भीतर ऑपरेशन सिंदूर के तहत उसको जमीन दोज कर दिया गया. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ സംഘർഷഭരിതമാണ് സഭാതലം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ സമ്മേളനം, വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കാൻ ലക്ഷ്യം വെച്ചിരുന്നു. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തന്നെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ചർച്ച വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം പഹൽഗാം ഭീകരാക്രമണം തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ചും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും രാജ്യത്തോട് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ മറുപടി നൽകണം എന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെയാണ് സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യ പാക് സംഘർഷത്തിൽ എന്താണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തണം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, കൂടാതെ അഹമ്മദാബാദ് വിമാന അപകടം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷം ഈ പാർലമെന്റിൽ ഉന്നയിക്കാൻ തയ്യാറായിരുന്നു. ഇതിൽ ഭൂരിഭാഗം വിഷയങ്ങളും ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു ഇരു സഭകളിലും. രാജ്യസഭയിൽ എന്നാൽ ഇന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും തുടർന്ന് ചോദ്യോത്തരവേളയിലേക്കും പോയി പ്രതിപക്ഷ ബഹളത്തിനിടെ. എന്നാൽ ലോക്സഭ 2 തവണ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമായും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം നടത്തിയതും ലോക്സഭയിൽ തന്നെയാണ്. പ്രതിപക്ഷാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടന്ന ഘട്ടത്തിലും ഈ പ്രതിഷേധം തുടർന്നതിനെ തുടർന്നാണ് ആദ്യ വട്ടം സഭ പിരിഞ്ഞത് 12 മണിവരെ. പിന്നീട് ചേർന്നപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചർച്ചകൾക്ക് സമവായത്തിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലാണ് പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നും പറഞ്ഞു. സ്പീക്കറും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് ഈ സഭാ സമ്മേളനത്തിന് മുമ്പായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പഹൽഗാം ഭീകരാക്രമണം തന്നെ ഊന്നിക്കൊണ്ടാണ് പ്രധാനമായും സംസാരിച്ചത്. ആ ഒരു ഭീകരാക്രമണത്തിന്റെ ഘട്ടത്തിൽ രാജ്യം ഒന്നിച്ചു നിന്നുവെന്നും പാർലമെന്റിൽ അതിൽ തുടരണം എന്നുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഈ വിഷയം തന്നെ ഈ സമ്മേളനത്തിൽ ഒന്നാമത്തെ അജണ്ടയായി തന്നെ ഈ പഹൽഗാം വിഷയം ഉന്നയിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. രാജ്യസഭാംഗമായി C സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു പ്രതിജ്ഞ. രാഷ്ട്രീയ ആക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടമായ C സദാനന്ദൻ സമാധാനത്തിന് വേണ്ടി നിലയുറപ്പിച്ച ആളെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ പറഞ്ഞു. ഞാൻ C സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. C സദാനന്ദൻ ഇനി രാജ്യസഭാ അംഗം. മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. അക്രമരാഷ്ട്രീയത്തിൽ സദാനന്ദന്റെ 2 കാലുകൾ നഷ്ടപ്പെട്ടെന്നും സാമൂഹ്യ സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സദാനന്ദൻ പ്രചോദനമാണെന്നും ഉപരാഷ്ട്രപതി. A retired teacher, devoted social worker, after losing his both legs,
In a brutal act of political violence in 1994, he remained steadfast in his pursuit of peace and national commitment. രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിനെ CPM വിമർശിച്ചിരുന്നു. മറുപടി ഇങ്ങനെ: അസാധാരണത്വമൊന്നുമില്ല. സാധാരണ നിലയ്ക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 12 പേരിൽ ഒരാളായി മാറുക. അന്തർലീനമായി കിടക്കുന്നത് നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രിക്കും അദ്ദേഹം ഉൾപ്പെടുന്ന ദേശീയ സർക്കാരിനും നമ്മുടെ കേരളത്തോടുള്ള വാത്സല്യവും സ്നേഹവും കരുതലുമൊക്കെയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള അതൊരു രാഷ്ട്രീയമാണെങ്കിൽ അത് രാഷ്ട്രീയം തന്നെ. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഉപരാഷ്ട്രപതിയെ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി C സദാനന്ദൻ നന്ദി അറിയിച്ചു. ഭാര്യയ്ക്കും മക്കൾക്കും BJP നേതാക്കളായ V മുരളീധരൻ, AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കൊപ്പമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ സദാനന്ദൻ പാർലമെന്റിലെത്തിയത്. അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശ്രിംഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ രാജ്യസഭയിൽ പ്രസ്താവനയുമായി കേന്ദ്ര സർക്കാർ. ദുരന്തത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കാണില്ലെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. വ്യോമയാന മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നും വ്യോമയാന മന്ത്രി വ്യക്തമാക്കി. It is called the preliminary report because it can't address all the things and all the questions that we have right now. And what we have done, what the AIB has done, in fact, through the preliminary report is to kind of address what happened. Based on the facts it found out in the CVR, based on the facts it found out from the FDR, and only the facts that it was able to determine were mentioned in the preliminary report. And to come out with the suggestions or to come out with the exact cause of what happened and to come out with the further future action on it can be the Boeing 787 or the series or the fuel switches and many things which have come under question, or the avionics which you have also mentioned in your question. To have a definitive answer and a definitive future correction measures, we have to look at the final report, sir. AICC അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഇന്ന് 83ാം പിറന്നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആശംസ അറിയിച്ചു. ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ മല്ലികാർജ്ജുൻ ഖാർഗെ 2022 മുതൽ AICC അധ്യക്ഷനാണ്. നിമിഷപ്രിയ കേസിൽ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകുന്ന സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ സാമുവൽ ജെറോം മധ്യസ്ഥതയുടെ പേരിൽ രക്തവ്യാപാരം നടത്തുന്നുവെന്ന് അബ്ദുൾ ഫത്തേഹ് മെഹ്ദി പറഞ്ഞു. സാമുവൽ ജെറോം താനുമായി ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല എന്നും ഫേസ്ബുക്ക് കുറിപ്പ്. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലെ സാമുവൽ ജെറോമിന്റെ അവകാശവാദം തള്ളിയ അബ്ദുൾ ഫത്താഹ് മെഹ്ദി അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സാമുവൽ ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഇന്നേ വരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും ഉണ്ടായിട്ടില്ലെന്നും മഹദി പറയുന്നു. പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷാവിധി അംഗീകരിച്ച ശേഷം സനിയിൽ വെച്ചാണ് ആദ്യമായി സാമുവലിനെ കാണുന്നത്. അപ്പോൾ സന്തോഷത്തോടെ 1000 അഭിനന്ദനങ്ങൾ എന്ന് ആശംസിച്ചുവെന്നും മഹദി വെളിപ്പെടുത്തി. മധ്യസ്ഥ ചർച്ചയ്ക്കെന്ന പേരിൽ $40,000 ഉൾപ്പെടെ അനേകം പണം സാമുവൽ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും തന്റെ സഹോദരന്റെ രക്തം വ്യാപാരം നടത്തുകയാണെന്നും മഹദി ആരോപിച്ചു. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലെ ഒരു വിഭാഗം അംഗങ്ങൾ നേരത്തെ തന്നെ സാമുവൽ ജെറോമിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള MP-മാർ പ്രധാനമന്ത്രിയെ കാണുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഏതൊക്കെ തലത്തിൽ ഇടപെടാൻ പറ്റുമോ ഇടപെടണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കേരളത്തിലെ MP-മാർ ഒരുമിച്ച് ഗവൺമെന്റിനെ, വിദേശകാര്യമന്ത്രിയും കഴിയുമെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സംഘത്തിന് യമനിലേക്ക് പോകാനുള്ള അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉടൻ സമർപ്പിക്കും. 24 ഡൽഹി. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. കരന്തൂർ മർക്കസിലെത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രതികരണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ യമൻ ബന്ധം ഗുണം ചെയ്തിട്ടുണ്ടെന്നും വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തരുത് എന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. പിന്തുണ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ ആക്ട് ചെയ്തു. അവിടുത്തെ വിവിധ എന്താ പറയുക ന്യായാധിപന്മാരുമായിട്ട് വരെ കോണ്ടാക്ട് ചെയ്യാൻ ഈ സ്പിരിച്വൽ ലീഡർ വഴി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു
ധാർമ്മികമായും മാനുഷികമായിട്ടുള്ളൊരു പ്രവർത്തനം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഇതിന് യാതൊരു സംശയവുമില്ല. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിൽ പാർട്ടി നിലപാടെടുക്കാൻ വൈകിയതിൽ CPM-ൽ അതൃപ്തി പുകയുന്നു. പരാമർശത്തെ പരോക്ഷമായി തള്ളിക്കൊണ്ട് മാത്രം പ്രസ്താവന ഇറക്കിയതിലും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മൗനം പാലിക്കുന്നതിലുമാണ് നേതൃത്വത്തിൽ അമർഷം. വെള്ളാപ്പള്ളിയുടെ പരാമർശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശനിയാഴ്ച കോട്ടയത്ത് വെച്ചാണ് വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് വിദ്വേഷ പരാമർശമുണ്ടായത്. പരാമർശം വിവാദമായിട്ടും CPIM-ൽ നിന്ന് പ്രതികരണം വന്നത് ഇന്നലെ വൈകുന്നേരം മാത്രം. ഏറെ വൈകി സംസ്ഥാന സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിയുടെ പേരുമില്ല. മോശമായ പരാമർശമുണ്ടായിട്ടും മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ പ്രതികരിച്ചതുമില്ല. വിദ്വേഷ പരാമർശം വന്ന ശേഷവും പാർട്ടി സെക്രട്ടറി അംഗവും മന്ത്രിയുമായ VN വാസവൻ വെള്ളാപ്പള്ളിയെ വേദിയിലിരുത്തി പ്രശംസിക്കുകയും ചെയ്തു. എല്ലാ വിഷയത്തിലും പൊടുന്നനെ പ്രതികരിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ആകട്ടെ പരിശോധിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാമാണ് CPM നേതൃത്വത്തിൽ അതൃപ്തിക്ക് വഴിവെച്ചിരിക്കുന്നത്. പാർട്ടിയുടെ മതനിരപേക്ഷ നിലപാടിൽ സംശയം തോന്നിപ്പിക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ ഉണ്ടായെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. പാർട്ടി നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്ന വിമർശനവുമായി സൈബർ പടയാളികളും രംഗത്തുണ്ട്. ഇതോടെയാണ് നേതാക്കൾ വിശദീകരണത്തിന് നിർബന്ധിതരായത്. ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനോട് ഉൾക്കൊള്ളുന്ന സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് 4 വോട്ടിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ഒന്നും മാറ്റുന്ന നയമല്ല ഗവൺമെൻറ്റിനും പാർട്ടിക്കും ഉള്ളത്. മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തും മുന്നോട്ട് പോകുന്നത്. അതിപ്പോഴും അതെ. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പരാമർശം മുഖ്യമന്ത്രിയുടെ പിന്തുണയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും നറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചിരുന്നു. ഇന്നലത്തെ CPM-ന്റെ പ്രസ്താവന വന്നതോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് CPM ഒന്നും കൂടി അടിവരയിട്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തിൽ നേതൃത്വം സ്വീകരിച്ച സമീപനത്തിനെതിരെ CPM-നുള്ളിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. കൊച്ചിയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ ലാൻഡ് ചെയ്തപ്പോൾ റൺവേയിൽ നിന്ന് തെന്നി മാറി. രാവിലെ 9:30 ഈ സംഭവം. ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഭയങ്കര മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന എനിക്കിത് ലാൻഡ് ചെയ്തത് ആ ഒരു ഗ്രീൻ പാച്ചിലാണോ അതോ റൺവേയിലാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് ശൈലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് വിമാനത്തിന്റെ വിങ്സിലും ഒക്കെ ആ ഒരു ഗ്രാഫിന്റെ ഇതെല്ലാം വന്ന ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് പെട്ടെന്ന് തന്നെ അവരത് പൈലറ്റ്സ് അത് മാനേജ് ചെയ്തു. ത്രൂ വിൻഡോസിൽ നമുക്ക് കാണാമായിരുന്നു അതിന്റെ വിങ്സിലൊക്കെ ആ ഒരു ഗ്രീൻ ഗ്രാഫ് ഇത് വന്നിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഈ വിമാന കമ്പനി മാനേജ്മെന്റ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്, ഇത്തരം ഒരു തെന്നിമാറൽ സംഭവിച്ചു എന്നതല്ലേ? തീർച്ചയായും 9:27 ഈ ലാൻഡിംഗ് നടക്കുന്നത്. അതിന് പിന്നാലെ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ആ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന യാത്രക്കാരൻ നമ്മളോട് ഇപ്പോൾ പങ്കുവെക്കുന്നത്. വിമാനത്തിന്റെ പുതിയ ചിത്രങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ വിമാനത്തിനും ചെറിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല എയർപോർട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. റൺവേയിലും നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അല്പസമയത്തേക്ക് ഈ വിമാനത്തിന്റെ ഈ റൺവേ, ഈ അപകടമുണ്ടായ ഈ റൺവേയിൽ വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുകയും അവിടെ ചില പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ റൺവേക്ക് പോലും ചെറിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ അവർ തന്നെ ഔദ്യോഗികമായി നമ്മളെ അറിയിക്കുന്നത്. ഏതായാലും ഈ ലാൻഡിങ്ങിന്റെ സമയത്ത് പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. കാരണം ശക്തമായ മഴ ആ സമയം പെയ്യുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറുന്നത്. വലിയൊരു ദുരന്തത്തിലേക്ക് പോയില്ല. അത് പെട്ടെന്ന് തന്നെ അതിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ വേണ്ടി പൈലറ്റുമാർക്ക് കഴിഞ്ഞു എന്നതാണ് ഈ യാത്രക്കാരന്റെ അനുഭവത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അത് സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റി ടെർമിനലിലേക്ക് എത്തിച്ചതിന് ശേഷം യാത്രക്കാരെയൊക്കെ തന്നെ ഇറക്കുകയും മറ്റു പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നതാണ് എയർ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിജയകുമാർ. ശ്രീനാഥ്, കനത്ത മഴയായിരുന്നു ഈ സമയത്ത് മുംബൈയിൽ അല്ലേ?
തീർച്ചയായും ഇന്നലെ വൈകിട്ട് മുതൽ മഴ പെയ്യുന്നുണ്ട്. രാത്രിയോടെ അത് ശക്തമാവുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയും ശക്തമായ മഴ മുംബൈയിൽ പെയ്യുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് നടന്നത്. ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ നിന്നുള്ള അറിയിപ്പ് ഓരോ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. പലരും വിമാന സർവീസുകൾ മാറ്റിവെക്കുകയോ വൈകുകയോ ചെയ്യുമെന്നും ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കി ആ കാര്യങ്ങൾ യാത്രക്കാർ ഉറപ്പുവരുത്തണം എന്നുള്ള അറിയിപ്പുകൾ നൽകിയതാണ്. അതിന് പിന്നാലെയാണ് 9:27 ഒരു വിമാനം ലാൻഡ് ചെയ്തത്. അത് തെന്നിമാറിയിട്ടുണ്ട് എന്നുള്ള ആദ്യ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഔദ്യോഗികമായി തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കൂടി വരികയും ചെയ്തത്. ഏതായാലും വിമാനത്തിൽ ഇപ്പോൾ പരിശോധനകൾ പൂർത്തിയായിട്ടില്ല. ആ പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ ഇനിയിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അത് സർവീസ് നടത്തണമെങ്കിൽ ആ തരത്തിലുള്ള തകരാറുകളൊക്കെ പൂർണ്ണമായി പരിശോധിച്ച് അത് പറക്കാൻ യോഗ്യമാണ് എന്നുള്ള ഔദ്യോഗികമായി തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. വിജയകുമാർ. യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യാത്രക്കാർ സുരക്ഷിതരാണ്. പക്ഷേ വിമാനത്തിന് സാങ്കേതികമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശോധനകൾ നടക്കുകയാണ്. കമ്പനി തന്നെ ഇത്തരമൊരു അപകട സാധ്യതയുടെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. രാവിലെ 9:30 സംഭവം. പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനായത്. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 സാങ്കേതിക തകരാർ പരിഹരിച്ചു. അന്തിമഘട്ട പരിശോധനകൾക്ക് ശേഷം വിമാനം നാളെ ബ്രിട്ടനിലേക്ക് മടങ്ങും. വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി. വിമാനത്തിന്റെ എഞ്ചിനും ആക്സിലറി പവർ യൂണിറ്റിനും ഉണ്ടായിരുന്ന തകരാർ പൂർണ്ണമായും പരിഹരിച്ചു എന്നാണ് വിവരം. വിമാനം ബ്രിട്ടനിലേക്ക് പറത്തിക്കൊണ്ടുപോകാമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. അന്തിമഘട്ട പരിശോധനയ്ക്ക് ശേഷം നാളെ വിമാനം തിരികെ പറക്കുമെന്നാണ് സൂചന. തകരാർ പരിഹരിക്കാനെത്തിയ സാങ്കേതിക വിദഗ്ധരും ബ്രിട്ടന്റെ തന്നെ വ്യോമസേനാ വിമാനത്തിൽ തിരികെ പറക്കും. അതേസമയം ജൂൺ 14 മുതൽ കഴിഞ്ഞ മാസം 6 വരെ വിമാനം നിർത്തിയിട്ടതിന് പാർക്കിംഗ് വാടക വിമാന നടത്തിപ്പുകാരായ അദാനി കമ്പനിക്ക് ബ്രിട്ടീഷ് സേന നൽകേണ്ടി വരുമെന്നാണ് വിവരം. അറ്റകുറ്റപ്പണിക്കായി ഹാങ്ങറിലേക്ക് മാറ്റിയത് മുതലുള്ള വാടക എയർ ഇന്ത്യക്കും നൽകേണ്ടി വരും. ജൂൺ 14 HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടന്റെ യുദ്ധവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയരുന്ന യുദ്ധവിമാനം F-35 ഇന്ധനം കഴിഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. 24 തിരുവനന്തപുരം. ബിഷപ്പ് റൂബൻ മാർക്ക് പുതിയ CSI മോഡറേറ്റർ. ആന്ധ്ര കരീംനഗർ ബിഷപ്പാണ് റൂബൻ മാർക്ക്. വെല്ലൂർ ബിഷപ്പ് ശർമ്മ നിത്യാനന്ദം പരാജയപ്പെട്ടു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, വലിയ പോരാട്ടം, വലിയ മത്സരത്തിന്റെ സാഹചര്യമായിരുന്നു എന്ന് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലേ? വലിയ മത്സരത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഔദ്യോഗിക പക്ഷവും എതിർപക്ഷവും സ്ഥാനാർത്ഥികളെ നിർത്തി അല്ലെങ്കിൽ പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തി. ഒപ്പം തന്നെ അഴിമതി മുക്തമാക്കും എന്ന ഒരു പ്രഖ്യാപനത്തോടുകൂടി എതിർപക്ഷം നിൽക്കുന്നു. ഔദ്യോഗിക പക്ഷത്തു നിന്നും ഈ ഒരു ഇത് തുടരാൻ വേണ്ടി, തങ്ങളുടെ ഒരു ഭരണം തുടരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വം തുടരാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നു. അതിൽ ഇപ്പോൾ 77 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിഷപ്പ് റൂബൻ മാർക്ക് പുതിയ മോഡറേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആകെയുള്ള വോട്ടുകളിൽ 192 വോട്ടുകൾ, 318 പേരാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. അതിൽ 192 വോട്ടുകൾ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിഷപ്പ് റൂബൻ മാർക്കിന് ലഭിച്ചു. 115 വോട്ടുകളാണ് എതിർപക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു തിരുത്തൽവാദികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പക്ഷത്തിലെ വെല്ലൂർ ബിഷപ്പ് ആയിട്ടുള്ള ശർമ്മ നിത്യാനന്ദത്തിന് ലഭിച്ചത്. എന്തായാലും ആന്ധ്ര കരീംനഗർ ബിഷപ്പായിട്ടുള്ള റൂബൻ മാർക്ക് ഇപ്പോൾ CSIയുടെ മോഡറേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും സൗത്ത് കേരള മഹാ ഇടവകയിൽ അവിടെ കൗൺസിൽ രൂപീകരിച്ചിട്ടില്ല. അവിടെ നിന്നൊഴികെയുള്ള മറ്റെല്ലാ മഹാ ഇടവകയിൽ നിന്നുള്ള ബിഷപ്പുമാരും ഇതിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മുൻ മോഡറേറ്റർ ധർമ്മരാജ് റസാലത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് V ഭാരതിദാസിന്റെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ മുതൽ തന്നെ അംഗങ്ങളെത്തി വോട്ട് രേഖപ്പെടുത്തി. അല്പസമയം മുൻപാണ് ഈ ഒരു ഫലം പുറത്തു വന്നത്. 2024 ഏപ്രിലായിരുന്നു നേരത്തെ CSI സഭാ മോഡറേറ്റർ ആയിരുന്ന ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് ഈ ഒരു പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നത്. പിന്നീട് സുപ്രീം കോടതിയൊക്കെയും ഈ ഒരു തീരുമാനത്തിനെ അംഗീകരിച്ചിരുന്നു. അതിന് പിന്നാലെ എന്തായാലും ഔദ്യോഗിക പക്ഷത്തിന് ആശ്വസിക്കാം, അവർ പിന്തുണച്ച ആ വ്യക്തി തന്നെ പുതിയ മോഡറേറ്ററായി വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും മറ്റും ഉണ്ടാകും. വിജയകുമാർ. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.
കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിൽ SIT അന്വേഷണം സ്വാഗതം ചെയ്ത് ധർമ്മസ്ഥല ക്ഷേത്രം ട്രസ്റ്റ്. ശരിയായ അന്വേഷണം നടക്കട്ടെ എന്നും സത്യം പുറത്തുവരണമെന്നും ട്രസ്റ്റ് വക്താവ് പാർശ്വാനന്ദ് ജെയിൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. അതേസമയം ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടാകില്ല എന്നാണ് യെദ്യൂരപ്പയുടെ മകനും MP-യുമായ BY രാഘവേന്ദ്രയുടെ പ്രതികരണം. SIT സംഘത്തിലെ 2 അംഗങ്ങൾ അന്വേഷണത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരള സർവകലാശാലയിലെ വിവാദങ്ങളിൽ CPM-നെ പ്രതിരോധത്തിലാക്കി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാജൻ ഗുരുക്കൾ. VC-യുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. അതേസമയം ഈ മാസം 26-ന് മുമ്പ് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ തള്ളി. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്ക് അയവില്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ തള്ളി VC ഡോക്ടർ മോഹൻ കുന്നുമേലിനെ പിന്തുണച്ച് രാജൻ ഗുരുക്കൾ രംഗത്തെത്തി. VC സസ്പെൻഡ് ചെയ്ത ആളെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തത് നിയമപരമായ അജ്ഞത കാരണമാണ്. സർവകലാശാല നിയമവും സ്റ്റാറ്റ്യൂട്ടും സിൻഡിക്കേറ്റ് അവഗണിച്ചു. VC-യുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാൻ കഴിയില്ല. VC-യാണ് സർവകലാശാലയുടെ ഏക ചീഫ് എക്സിക്യൂട്ടീവും അക്കാദമിക് മേധാവിയെന്നും രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു. MG സർവകലാശാല മുൻ VC-യും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമാണ് രാജൻ ഗുരുക്കൾ. അതേസമയം ഈ മാസം 26-ന് മുൻപ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടത് അംഗങ്ങളുടെ ആവശ്യം VC മോഹൻ കുന്നുമേൽ പരിഗണിക്കില്ല. ഓഗസ്റ്റ് 2-ാം വാരം യോഗം ചേർന്നാൽ മതി. അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ് മോഹൻ കുന്നുമേൽ. കേരളയ്ക്ക് പുറമെ KTU, ഡിജിറ്റൽ സർവകലാശാല VC നിയമനം, നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ എന്നീ വിഷയങ്ങളിലും രാജ്ഭവൻ തുടർ നീക്കം സ്വീകരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. കന്യാകുമാരി നൂറുൽ ഇസ്ലാം സർവകലാശാലയിൽ സ്കോളർഷിപ്പോട് കൂടിയ 2ാം ഘട്ട പ്രവേശനം തുടങ്ങി. നിഷ്, സ്റ്റീവ് ജോബ്സ് സ്കോളർഷിപ്പ്, അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ്, റീജിയണൽ സ്കോളർഷിപ്പ് ഉൾപ്പെടെ 50-ലധികം സ്കോളർഷിപ്പുകളാണ് ലഭ്യമാകുന്നത്. നൂറുൽ ഇസ്ലാം സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് ആഗോള ഇന്റേൺഷിപ്പ് അവസരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ആപ്പിൾ, iOS, ഇന്റൽ, IBM, ബ്രഹ്മോസ് എയറോസ്പേസ്, ഗാംബല യൂണിവേഴ്സിറ്റി, എത്യോപ്യ, ജർമ്മൻ വാഴ്സിറ്റി, ഏഷ്യൻ യൂണിവേഴ്സിറ്റി, നാഷണൽ ഷിനാൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 60ഓളം ദേശീയ, അന്തർദേശീയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും വ്യാവസായിക സ്ഥാപനങ്ങളുമായും നൂറുൽ ഇസ്ലാം സർവകലാശാല ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രമുഖ കമ്പനികളിൽ തൊഴിൽ പ്രവേശനം അതിവേഗം സാധ്യമാകും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. സൂപ്പർ ലീഗ് ആവേശം ഇനി പ്രവാസി മലയാളികളുടെ വിരൽത്തുമ്പിൽ. SCGG മീഡിയ ഗ്രൂപ്പ് sport.com സൂപ്പർ ലീഗ് കേരളയുമായി കരാർ ഒപ്പുവെച്ചു. 5 വർഷത്തെ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ദുബായിലെ 1JLTയിൽ നടന്ന ചടങ്ങിലാണ് സുപ്രധാന ഉടമ്പടിക്ക് അന്തിമ രൂപമായത്. ഏഷ്യയിൽ നിന്ന് SCGG സ്വന്തമാക്കുന്ന ആദ്യ ഫുട്ബോൾ സംപ്രേഷണ അവകാശമാണിത്. sports.com-ൽ തത്സമയ ഫുട്ബോൾ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതും ഈ കരാറിലൂടെയാണ്. കേരള ഫുട്ബോളിന് ഇത് ചരിത്ര നിമിഷമെന്ന് സൂപ്പർ ലീഗ് കേരള ഡയറക്ടർ ഫിറോസ് മീരാൻ പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.